ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. അള്ളാഹുവിൻ്റെ വിനീതരായ ദാസീദാസന്മാരെ, അള്ളാഹുവിൻ്റെ ഇബാദുകളെ, പരമകരുണികനായ ഈ പ്രപഞ്ചത്തിലെ സർവമാന സംഗതികളുടെയും ഉടമസ്ഥനും സർവമാന സംഗതികളെ സംബന്ധിച്ചും ഇൽമുള്ളവനും അല്ലാമുൽ ഗുയൂബ് അഥവാ സർവ നിഗൂഢങ്ങളുടെയും ജ്ഞാനമുള്ളവനുമായ അള്ളാഹുവിനെ ശ്രദ്ധിക്കേണ്ട പ്രകാരം ശ്രദ്ധിച്ചും അറിയേണ്ട പ്രകാരം അറിഞ്ഞും മനസ്സിലാക്കിയും സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിച്ചും തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയും ഉപദേശിക്കുകയും. അള്ളാഹു പരമകരുണികനായ നാഥൻ അള്ളാഹുവിൽ തഖ്വയുള്ളവരായിത്തീരാൻ, സൂക്ഷ്മതയുള്ളവരായിത്തീരാൻ നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നല്ല അടിമകളായി ജീവിക്കാനുള്ള ആഫിയത്തും ഉദവിയും അള്ളാഹു മരണം വരെയും നമുക്കോരോരുത്തർക്കും നൽകുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഇറങ്ങി വഴിയോരത്ത് തൻ്റെ സഞ്ചാരം തുടരുന്ന സന്ദർഭം അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരനും എതിർപക്ഷത്തുള്ളൊരു ഗോത്രക്കാരനും തമ്മിൽ വഴക്കു കൂടുന്നത് കാണുകയും തൻ്റെ ഗോത്രക്കാരൻ നിസ്സഹായനായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തൻ്റെ എതിരാളിയിൽ നിന്ന് എന്നെ രക്ഷിക്കണം, എന്നെ സഹായിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്ത സന്ദർഭം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ സൂറത്തുൽ ഖസസ് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഏകദേശം ആദ്യ ഭാഗത്ത് തന്നെ ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മൂസാ നബി ഒരു നിസ്സഹായനായ ഒരാളുടെ സഹായം, പോരാത്തതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരനും കൂടിയാണ്, ന്യൂനപക്ഷമാണ്.
ഈ സന്ദർഭത്തിലാണ് മൂസാ നബി ശത്രുപക്ഷത്തുള്ള എതിർഗോത്രക്കാരനെ തടയുകയും ഒരടി വെച്ചു കൊടുക്കുകയും ചെയ്തു. നമുക്കറിയാം, ആ അടിയിൽ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശാരീരികമായി വളരെ ശക്തിയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പെൺകുട്ടികൾ വെള്ളം കോരാൻ പ്രയാസപ്പെടുമ്പോൾ ആ പെൺകുട്ടികളെ ആണുങ്ങൾക്കിടയിൽ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരി സഹായിച്ച്, ഈ സഹായത്തെപ്പറ്റി തങ്ങളുടെ വാപ്പയോട് വിശദീകരിക്കുമ്പോൾ ഖുർആൻ ആ സംഭവം പറയപ്പെടുന്നുണ്ട്, അദ്ദേഹം ഒരു ഖവിയുൻ അമീൻ എന്നാണ്. രണ്ട് വിശേഷണം അവിടെ ഉള്ളത്. ഒന്ന് ഖവിയാണ്, സ്ട്രോങ് ആണെന്നാണ്, ഫിസിക്കലി സ്ട്രോങ് ആണ്. പിന്നെ അമീൻ, വിശ്വസ്തനുമാണ്. ഓരോ പ്രവാചകന്മാർക്ക് ഖുർആൻ കൊടുക്കുന്ന വിശദാംശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം, ഇതിപ്പോൾ എന്താ സംഭവം? നമ്മളൊക്കെ ഈ റോഡിലേക്ക് ഇറങ്ങുമല്ലോ. നമ്മൾ ജീവിക്കുന്ന ഭൂമികയിലെ ജീവിതങ്ങളിൽ നമ്മളൊക്കെ നേരിടുന്ന ഒരു സാഹചര്യമാണ്. പെട്ടെന്ന് ഇപ്പം രണ്ടുപേരും തമ്മിലുള്ള വഴക്കിൽ അല്ലെങ്കിൽ സംസാരത്തിൽ നമ്മളങ്ങോട്ട് ചെന്നിടപെടും. ശരിയല്ലേ? നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, വെറുതെ വീട്ടിൽ വളഞ്ഞുകൂടി കിടന്നിട്ട് നമുക്ക് ഇടപെടാം. ലോകത്ത് ഒരാവശ്യമില്ലാത്ത കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റിയൊരു സ്ഥലമാണ് എന്ത്? എങ്ങും പോണ്ട, വെറുതെ വീട്ടിൽ ആ വാട്സപ്പ് കുത്തി ഏതോ ഗ്രൂപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്റ്റണ്ട് അവിടെ ആരംഭിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി, വഴക്ക്, സംസാരം. നമ്മളതിലേക്ക് ചെന്ന് ചാടും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹായം അന്യായമോ അനാവശ്യമാണോ എന്ന് നമുക്ക് ന്യായമായും പറയാൻ പറ്റില്ല. പക്ഷേ ഈ സംഭവം, ഈ അബദ്ധം മനസ്സിലാക്കി. കാരണം അടി തൽക്കാലം അവൻ്റെ അക്രമം അവസാനിപ്പിക്കാനുള്ളതാണെങ്കിൽ പ്രശ്നമല്ല. മറിച്ച് ഈ അടിയിൽ എന്ത് സംഭവിച്ചു? ഒരാളവിടെ മരണപ്പെട്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നൊരു വാക്കുണ്ട്. സൂറത്തുൽ ഖസസിലെ 15-ാമത്തെ ആയത്താണ്. അതിലെന്താ പറയുന്നറിയോ? ഖാല, അദ്ദേഹം പറഞ്ഞു, ഹാദാ മിൻ അമലി ശൈത്വാൻ, ഇത് ശൈത്താൻ്റെ പണിയായിപ്പോയി. എന്ന് പറഞ്ഞാൽ ശൈത്താൻ എന്നെ ചതിച്ചു, ശൈത്താൻ്റെ പ്രേരണയാൽ ഞാൻ ഈ പണി ചെയ്തപ്പോൾ എന്തായി? അടിച്ചു കൂടി ആള് അവിടെ ജീവൻ തീർന്നു, ജീവിതം തീർന്നു, മരണപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ കൊലപാതകമാണ്. രാജ്യത്ത് നിയമമുണ്ടെങ്കിൽ കൊലപാതകത്തിന് കേസെടുക്കാവുന്ന വിധം ആൾ മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഹദാമിനബിൽ ഷെയ്ത്താൻ, ഇത് വളരെ പൈശാചികം, ശൈത്താൻ്റെ ഒരു അമലായി പോയല്ലോ ഇത്, ഞാനത് ശ്രദ്ധിക്കേണ്ടത്. ഇന്നഹു അദുവൻ മുളില്ലും മുബീൻ, തീർച്ചയായും ഈ പിശാച് അദുവൻ, ശരിക്കും നല്ല മനുഷ്യരുടെ ശത്രുവാണ് പിശാച്. മുളില്, വഴിതെറ്റിക്കുന്നവനാണ്. ഒരു കുഴപ്പമില്ലാതെ പരിഹരിക്കേണ്ട കാര്യങ്ങളും അത് പരിഹരിക്കാതെ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവനാണ് ആര്? പിശാച്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ വാക്ക്, ഒരൊറ്റ സിമ്പൽ, അല്ലെങ്കിൽ ഒരൊറ്റ ഇമോജി, നീ എന്ത് ഇമോജി അവിടെ ഇട്ടേ? അവിടെ നിന്നാണ് പിന്നെ അത് തർക്കം. വൈരാഗ്യം, ബന്ധങ്ങളിൽ തകർച്ച തുടങ്ങി. കുടുംബ ബന്ധങ്ങൾ എത്ര എണ്ണം പോയിട്ടുണ്ട് ഒരു ഇമോജി കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു മൂളൽ കൊണ്ട്. അപ്പോൾ ഈ അടിയേറ്റ് വീണ ഉടനെ മൂസാ നബിയുടെ പറയണം, ഇന്നഹു മിൻ അമലി ശൈത്താൻ, ശൈത്താൻ്റെ പണിയായിപ്പോയല്ലോ റബ്ബേ ഇത്. തീർച്ചയായും ഈ പിശാച് ഇന്നഹു അദുവൻ മുളില്ലും മുബീൻ, ഇവൻ വഴിതെറ്റിക്കുന്നവനും ശത്രുവും, വ്യക്തമായ ശത്രു തന്നെയാണല്ലോ പിശാച് എന്ന് അദ്ദേഹം പറഞ്ഞു വന്ന. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് ഈമാനോടുകൂടി ഒരു വിശ്വാസിക്ക് ജീവിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പരിഗണന ഒരാളിൽ ഈമാൻ എത്ര ജ്വലിച്ചു നിൽക്കുന്നു എന്നതാണ്. പടച്ചോൻ്റെ മാർക്കിടലിൽ തിളങ്ങി നിൽക്കുന്ന ഒന്ന് ഈമാനാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് ഈമാനിനെ പരിരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് ജാഹിലിയത്ത് ഇന്നത്തെ ലോകത്ത് കാലത്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ലോകം മുഴുക്കുകയും ഇന്ന്
സൈബർ ലോകത്ത് പ്രവേശിക്കാത്ത ആരുള്ള വല്ലിപ്പാടെ കയ്യിലൊരു മൊബൈൽ മേടിച്ചു കൊടുത്ത് വേറെ കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കുകയാണിത് എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കണേന്ന്. വല്ലിപ്പാക്ക് അത്ര ഗ്രാഹ്യമില്ലെങ്കിലും ആവശ്യത്തിന് അനാവശ്യത്തിന് അതുമായിട്ട് തോണ്ടി ആ വഴി അങ്ങനെ കുറേ മെസ്സേജ്. വലിയ ആളുകൾ മുതൽ കുഞ്ഞു മക്കൾ വരെ നമ്മുടെ അഭിമാനത്തോട് പറയും, ഇവന് എത്ര വയസ്സായെന്നറിയോ ഈ ചെറുക്കന്? 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ, അവൻ എൻ്റെ മൊബൈൽ എടുത്തിട്ടുണ്ടല്ലോ, അത് ചെയ്യും ഇത് ചെയ്യും. വലിയ അഭിമാനത്തോട് പറയാം. ആയിക്കോട്ടെ, നമ്മൾ പക്വതയും ബുദ്ധിയും അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മയും പടച്ചവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിലൊക്കെ ഞാൻ ഈ രംഗത്ത് എത്ര ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ജാഗ്രത വേണ്ട. ഇന്ന് ശരിക്കും നമ്മൾ വായ കൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ ഇന്ന് ലോകത്ത് മനുഷ്യർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വിരൽ കൊണ്ടാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഈ പരലോകത്ത് ചെല്ലുമ്പോൾ അവൻ്റെ കൈകാലുകൾ സംസാരിക്കും, വായകൾക്ക് എന്ത് ചെയ്യും? നാം സീല് വയ്ക്കും. അപ്പം എപ്പോഴും നുണ പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് ജീവിച്ച് ഇവിടെ മിടുക്കനായി തീർന്ന് അവനൊക്കെ മരിച്ചു പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ വായ തുറക്കാൻ സമ്മതിക്കൂല, കൈകാലുകൾ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നിയതാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് വായ കൊണ്ടാണോ? അല്ല. ചങ്ങായിമാരെ, ജോലി പണിയുള്ളപ്പോൾ ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, പണി ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഒഴിവ് കിട്ടിയാൽ നമ്മൾ ഏതെടുക്കണേ? ഈ സാധനം എടുക്കും, ഈ പോക്കറ്റിലുള്ള സാധനം എടുക്കും. എന്നിട്ട് എന്താണ് അധികവും? എന്താണ്? ഈ വിരൽത്തുമ്പ് കൊണ്ട് സംസാരിക്കുക. ആണോ? ആണ്. പണ്ടൊരു നുണ പറഞ്ഞാൽ, ഒരു നുണ പറഞ്ഞാൽ അത് 100 പേരിലേക്ക് എത്തണമെങ്കിൽ എത്രയോ കാലം എടുക്കും. ആ നുണ എങ്ങനെ പോയി. ഇന്നൊരു നുണ പറഞ്ഞാൽ ആ നുണ ഒരു 10,000 മനുഷ്യരിലേക്ക്, ഭൂഖണ്ഡങ്ങൾ കടന്ന് അമേരിക്കയിലുള്ള ചേട്ടൻ്റെ മോനടക്കം അത് അവന് അടക്കം എന്ത് ചെയ്യും? ഈ സാധനം എത്തും. നുണയാണ്. ഇവിടെ മാനം മര്യാദക്ക് ജീവിക്കണ ഭാര്യേനെ പറ്റിയിട്ട് അവിടെ മരുഭൂമിയിൽ പണിയെടുക്കണ ഭർത്താവിന് ഇവിടുന്ന് ശുദ്ധ കളവഴിച്ചു വിടാ, തകർക്കണം ആ കുടുംബത്തെ. അതിലൂടെ എന്തെങ്കിലുമൊക്കെ നേട്ടം ആഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഒരു മെസ്സേജ്. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാ. ഒന്നും പറയണ്ട. മനുഷ്യൻ്റെ വിരൽത്തുമ്പുകൾ ഇത്രമാത്രം സംസാരിക്കുന്നൊരു ലോകം വേറില്ല എന്നാണ്. ഒരു സൂക്ഷ്മതയില്ലാതെ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുത്തിയിട്ട് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുക. പണ്ട് ഒരു ഗീബത്തും നമീമത്തൊക്കെ പറഞ്ഞാൽ ആ ചായക്കടയിൽ അവിടെ ഒതുങ്ങും. അവിടെ പോക്കരും മക്കാരും ജബ്ബാറും സുലൈമാനും ഒക്കെ കൂടി ആ 3-4 പേരിൽ ആ നമീമത്ത് ഗീബത്ത് അങ്ങോട്ട് ഒതുങ്ങുമെങ്കിൽ ഇന്നങ്ങനെയാണോ? ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ ഫോൺ വെച്ചിട്ട് നമ്മൾ ഗീബത്തും നമീമത്തൊക്കെ പറഞ്ഞിട്ട് അണ്ടകടാഹം മുഴുക്കയും കലാപം സൃഷ്ടിക്കുകയാണ്. ഈ സാധനം വലിച്ചെറിഞ്ഞ് ദൂരെറിഞ്ഞ് കളയാൻ പറ്റുമോ? ഇല്ലല്ലോ. 18 കോടി രൂപ ഒരു കുട്ടിക്ക് ഓപ്പറേഷന് വേണം. എങ്ങനെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സമാഹരിക്കാം? ഇപ്പം നമ്മളിൽ പല ആളുകളും മൊബൈൽ ഇല്ലാത്ത കാലത്ത് ജീവിച്ച ആളുകളാണ്. മൊബൈൽ വന്ന കാലത്ത് ഉള്ളത് നമ്മുടെ ഈ ചെറിയ മക്കളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് മൊബൈൽ ഇല്ലാത്ത കാലം ആലോചിക്കാൻ പറ്റും, അറിയില്ല അല്ലേ? നമ്മൾ പ്രളയം വന്ന കാലത്തും വരാത്ത കാലത്തും ജീവിച്ച ആളുകൾ, നമ്മൾ കോവിഡ് വന്ന കാലത്തും വരാത്ത കാലത്തും ജീവിച്ച ആളുകളാണ്. മിടുക്കന്മാരാണ് നമ്മൾ. പക്ഷേ അള്ളാഹുവിൻ്റെ മുന്നിൽ സംഭൂച്യരായി തീരുമോ എന്ന ശങ്ക. നമ്മുടെ ഈ നിസ്കാരവും ഈ സുജൂദുകൾക്കിടയിൽ നമ്മൾ പഠിച്ച പ്രാർത്ഥനയ്ക്ക് വേണ്ട വിധം നമ്മുടെ ജീവിതത്തെ പരലോകത്തല്ലാഹുവിൻ്റെ മുന്നിൽ സംരക്ഷിക്കുമോ എന്ന സംശയം കൊണ്ടാണ് ഞാൻ ഈ നസീഹത്ത് ഈ സമയത്ത് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സൂറത്തുൽ ഖാഫിൽ അല്ലാഹു പറയാ, മനുഷ്യൻ ഒരു വാക്ക് പോലും ഉച്ചരിക്കില്ല, ഒരു വേർഡ് പോലും നിനക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെ? ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. കൃത്യമായി സൂക്ഷ്മമായി ഒരിക്കലും ഉറങ്ങാതെ നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ നിരീക്ഷകൻ അത് രേഖപ്പെടുത്താതെ നിനക്കൊരു വാക്കും പറയാൻ സാധിക്കില്ല എന്നാണ്. ഞാൻ ഇത്രയല്ലേ പറഞ്ഞോളൂ, ഞാനൊരു ഇമോജിയല്ലേ ഇട്ടോളൂ എന്ന് പറയുമ്പോൾ കൃത്യമായി അത് രേഖപ്പെടുത്തി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവെക്കാനൊക്കെ നമ്മുടെ ചെലവിലല്ല, അള്ളാഹുവിൻ്റെ ചെലവിൽ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ്. അതാ റഖീബുൻ അതീദ് എന്ന് പറഞ്ഞു. അത് 2 മലക്കുകളാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നിരീക്ഷകനാണ്. നമ്മൾ പൈസ ഈ മാസം കൊടുക്കാത്തത് കൊണ്ട് ആ നിരീക്ഷകൻ ചിലപ്പോൾ അത് രേഖപ്പെടുത്താൻ പോകും. അവന് ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞു. പടച്ചോൻ കൃത്യമായി ശമ്പളം കൊടുത്തിട്ട് കൃത്യമായി പടച്ചോൻ പറയുന്നത്
നേർക്ക് നേരെ 24 മണിക്കൂറും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നാണ് ഇത് ഖുർആൻ, വിശുദ്ധ ഖുർആൻ പറയുക. അപ്പം അതുകൊണ്ട് ഈ സാധനം വേണം നമ്മുടെ അടുത്ത്. കത്തി നമ്മുടെ വീട്ടിൽ ഉണ്ടാവണ്ടേ? എൻ്റെ മക്കളെ ഒന്നും പറയണ്ട, ആ കൊച്ചു കത്തി എടുത്തെന്നും പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന്, അല്ലേ, നമ്മുടെ പ്രദേശത്ത് ഏത് ചെറുതും വലുതുമായ വീട്ടിൽ പോയാലും കത്തിയുണ്ട്. ഈ കത്തി കൊണ്ട് പഴം മുറിക്കാം. ഒരു മനുഷ്യൻ്റെ ജീവിതവും നമുക്ക് വേണ്ടി മുറിച്ചു കളയാം. അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് അതെല്ലാ കാര്യം. ഇപ്പം വിശുദ്ധ ഖുർആൻ്റെ ആയത്തന്നെ ഓതിയിട്ട് മനുഷ്യന്മാരെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അതേ ആയത്തോതി മനുഷ്യൻ്റെ മനസ്സുകൾക്ക് ശാന്തി പകരുന്ന ആളുകളുണ്ട്. നാലിച്ചക്ക് അള്ളാഹുടെ ഖുർആൻ ചെയ്ത തെറ്റാണത്. കത്തി ഉപയോഗിച്ച് നമ്മൾ ചെയ്ത തെറ്റുപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വരെ ആൾക്കാരെ ഇടങ്ങേറാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ആൾക്കാരെ സന്മാർഗത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ആരാ ഇതിലെ പ്രതി? ആരാ ഇതിലെ അക്യൂസ്ഡ്? നമ്മളൊക്കെ തന്നെ. അപ്പോൾ ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം, അതാ ഞാൻ പറഞ്ഞത്, ഒരു കുട്ടിക്ക് 5 ലക്ഷം രൂപ വേണമെങ്കിലും 18 കോടി വേണമെങ്കിലും നമ്മൾ ഈ സാധനത്തിൽ അയക്കാതെ ഇന്ന കുട്ടിക്ക് ഓപ്പറേഷൻ, ഇന്നതാണ് ഓപ്പറേഷൻ, അപൂർവങ്ങളിൽ അപൂർവമായൊരു അസുഖമാണ്, ഇനി അത് വേണ്ട, അതല്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മളിതൊക്കെ അയച്ചിട്ട് എന്ത് ചെയ്യും? മനുഷ്യർ തമ്മിലുള്ള ചില ആളുകൾ പറയും, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്, നിങ്ങളുടെ ഫേസ്ബുക്ക് കാണലുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞു പിറന്നത് അറിഞ്ഞു, നിങ്ങളുടെ മോളുടെ കല്യാണം നടന്നത് അറിഞ്ഞു, നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങൾ പടച്ചോനതൊക്കെ നിലനിർത്തി തരട്ടെ. നല്ല ഊഷ്മളമായ ബന്ധങ്ങൾ. ഞാൻ നിങ്ങളെ വിളിച്ചില്ലെങ്കിലും, നിങ്ങളെൻ്റെ കാര്യം അന്വേഷിച്ചില്ലെങ്കിലും, നിങ്ങളുടെ കാര്യം ഞാനും, എൻ്റെ കാര്യം നിങ്ങൾ പറയുന്നുണ്ട്. എന്താ കാര്യം? സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഹയാത്തിലുണ്ടെന്നാ. പണ്ടൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നതാ, കുറേ കാലം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചാ, ബ്രൈൻക മരിച്ചാ, ഖാലിദ് മരിച്ചാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഇപ്പോൾ അടുത്ത സെക്കൻഡിൽ വീട്ടിലുള്ളവർ അറിയുന്നതിന് മുമ്പ് ഗൾഫിലുള്ളവരെന്ത് ചെയ്യും? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അറിയും, അസുഖം വന്നാൽ അറിയും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെങ്കിൽ അറിയും. എന്തൊക്കെ ഉപകാരങ്ങളാണ്! പടച്ചോൻ തന്ന അതേ ഉപകാരം നരകത്തിൻ്റെ വിറക് കൊള്ളിയായി നമ്മുടെ പോക്കറ്റിൽ കിടപ്പുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അതേ ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. എന്തൊരു നല്ല സാധനം ഒരർത്ഥത്തിൽ ഇത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങളെ കാർന്നു തിന്നുന്ന ഒന്നായി മാറിയിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പറയാ, ഏതെങ്കിലും ഒരു തെമ്മാടി എന്തെങ്കിലും ഒരു വാർത്തയായി നിങ്ങളുടേക്ക് വന്നാൽ ഫതബയ്യനു, എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഫതബയ്യനു, നിങ്ങൾ കൃത്യമായി അതറിയണം. ഇപ്പോൾ ജന്തർ മന്തറിൽ ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഈ രാജ്യത്തിൻ്റെ ചെറുപ്പക്കാരായ ആളുകൾ രാജ്യത്ത് നടക്കുന്ന അനീതിക്കും അന്യായത്തിനും ഇപ്പം ഇന്നലെ തുടങ്ങിയ അക്രമമല്ല, ഒരു 10-12 വർഷമായി നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന സംഭവമാണ് കേട്ടോ. അത് കുറച്ച് പൗരത്വ സമരകാലത്തും അതുപോലെ തന്നെ കർഷക സമര സമയത്തൊക്കെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിൽ ഇൻവോൾവ് ആയുള്ളൂ. ഇപ്പോൾ ആളുകളുടെ ദേഹത്ത് തടിക്ക് പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഉറങ്ങിക്കിടന്ന പലരും ഉണർന്നു എന്നതാണ് ഇതിന് സത്യം. അങ്ങനെ അതൊക്കെ ഈ രാജ്യത്ത് ജനങ്ങളിലേക്ക് എത്തിയതെങ്ങനെ? ഈ സോഷ്യൽ മീഡിയ വഴിയല്ലേ. അവിടെ തമ്പടിച്ച് രാജ്യത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പാടുപെടുന്ന വിദ്യാർത്ഥികൾക്ക് ആഹാരം ഒരുക്കാൻ വേണ്ടിയിട്ട് സ്വിഗ്ഗി വഴിയും സൊമാറ്റോ വഴിയുമൊക്കെ ഫുഡുകളിൽ നിന്ന് വന്നിട്ട് ഫുഡ് മതി എന്ന് പറയേണ്ട ഒരവസ്ഥ. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തങ്ങനെ നോക്കൂ. ഈ സമീപകാലത്ത് ചില രാജ്യങ്ങളിൽ അവിടുത്തെ സ്വേച്ഛാധിപതികളായ ഭരണകർത്താക്കളെ താഴെയിറക്കാൻ പുതുതലമുറ ജനങ്ങളെ, കുട്ടികളെ, വിദ്യാർത്ഥി സമൂഹത്തേക്ക് അണിനിർത്താൻ ഉപയോഗിച്ച സംവിധാനം ഏതാ? സോഷ്യൽ പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഉപകാരം ചെറുതല്ല എന്നാ. എന്നാൽ വ്യക്തിപരമായി നമ്മളെയൊക്കെ നരകത്തിൻ്റെ തീയാക്കി മാറ്റാൻ ഈ സാധനം ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ആലോചിക്കുന്നത് നമ്മളാണ്. ഒരു മെസ്സേജ് അങ്ങോട്ട് തള്ളി വിടുമ്പോൾ ആലോചിക്കണം. നോക്കൂ, പച്ച നുണകളും മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുന്ന ഒരുപാട് അന്യായ വാർത്തകളും അനീതി നിറഞ്ഞ വർത്തമാനങ്ങളും നിരന്തരം ചാലിട്ടൊഴുകുന്ന ഈ ആറ്റിൽ നമ്മൾ അതിൽ നീന്തി തുടിക്കാൻ പോകരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് വ്യക്തിബന്ധങ്ങളാകാം, സാമൂഹ്യമായ സുരക്ഷിതത്വമാകാം. ഖുർആൻ പറഞ്ഞെന്താ? അങ്ങനെ ഒരു ഫാസിക്ക് നിന്നിലേക്ക് തെറ്റായൊരു വർത്തമാനം കൊണ്ടുവന്നാൽ ഫതബയ്യനു, നിങ്ങൾ കൃത്യമായി അന്വേഷിച്ചതറിയണം. എന്തിനാണെന്നറിയോ? അൻ തുസീബു ഖൗമൻ ബിജഹാല, അജ്ഞത കൊണ്ടൊരു ജനസമൂഹം മൊത്തത്തിൽ
മുസീബത്തിൽ പെടാതിരിക്കാൻ വേണ്ടി 2 കാരണം പറഞ്ഞ. അതുപോലെ തന്നെ ഫത്തസ്ബഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ പിന്നീട് വിരൽ കടിച്ചിട്ട് ഖേദിക്കുന്നവരായി മാറാതിരിക്കാൻ. എന്തൊരു അബദ്ധമാണ്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഈ പറഞ്ഞു വിട്ടതൊക്കെ 100 അല്ല 1000 അല്ല 10,000 പേരിലേക്ക് പോയി എങ്ങനെ തിരിച്ചെടുക്കും? പണ്ട് കാരണവന്മാർ പറയും, കൈവിട്ട കല്ലും വാവിട്ട വാക്കും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. വാപ്പാൻ ആവശ്യമില്ലാത്തൊരു പേര് വിളിച്ചു പോയാൽ പിന്നെ അങ്ങനെ തിരിച്ചെടുക്കും. സമ്മതി വാപ്പാടെ തൃപ്തിക്ക് വേണ്ടി വാപ്പാനോട് പൊറുക്കലിനെ തേടാം, മാപ്പാക്കാൻ പറയാം. എങ്കിൽ തന്നെയും കൈ വിട്ടുപോയാൽ അത്ര അപകടം പിടിച്ച സംഭവമാണ്. ഇത് വിശ്വാസികൾ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരുപാട് ഹദീസുകളിൽ വരുന്ന ആദ്യത്തെ ഒരു ഭാഗം ഇങ്ങനെയാണ്. എന്താ? ആരല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നോ അങ്ങനെയുള്ളവർക്കാണ്ട ഞാൻ ഈ പറയുന്ന കാര്യം ബാധകമുള്ളൂ. ഞാനായാലും നിങ്ങളായാലും അല്ലാലും അന്ത്യദിനത്തിലും. അന്നൊരു ചോദ്യവും പറച്ചിലും ഇല്ലെങ്കിൽ പിന്നെ എന്തെഴുതി വിടുന്നതിന് എന്താ കുഴപ്പം? അങ്ങനെ വിശ്വാസമുള്ള ആളുകളൂടെ ഉണ്ടല്ലോ. രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരിൽ, സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കെതിരിൽ, നാട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരെ സംസാരിക്കുന്നവർക്കൊക്കെ എതിരിൽ എന്തൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ. ഞാനത് വിശദീകരിക്കേണ്ട, ഞാനതൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം എന്നെക്കാളും ആ കാര്യത്തിൽ നോളേജബിളായ ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഒരു സൂക്ഷ്മതയില്ല. പക്ഷെ നമ്മളങ്ങനെ ആകാൻ പാടില്ല. കാരണം എന്താ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്, ഫല്യഖുൽ ഖൈർ, അവർ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ വാക്ക് സിബിടട്ടെ, മിണ്ടാതിരിക്കട്ടെ. അപ്പം മിണ്ടാതിരിക്കലും കൂലി കിട്ടുന്ന ആൾക്കാരാണ് നമ്മളല്ലേ. എല്ലാവരും ലോകത്ത് 90% പേരും മുടി ചീകണ ആളുകളാണ്. 90%, 10% ഒഴിവാക്കി. കാരണം ഇപ്പോഴത്തെ കുറേ പിള്ളേർ ചീകലില്ല. 90% പിള്ളേരും ആളുകളും മനുഷ്യരും മുടി ചീകുന്ന ആളുകളാണ്. പക്ഷേ വിശ്വാസികളായ ആളുകൾ മുടി ചീകിയാൽ എന്താ? അവർക്ക് കൂലിയുണ്ട്. കാരണം എന്താ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ചീകിരുന്ന. റസൂൽ വെളിയിലേക്ക് പോകുമ്പോൾ ഐഷാ ബീബി അവിടെ വെള്ളപ്പാത്രം അവിടെ വച്ചിട്ടുണ്ട്, വെള്ളം ഉണ്ടായില്ല നിറച്ച്. അതിലിങ്ങനെ നോക്കും, എന്നിട്ട് എൻ്റെ മുടി എങ്ങനെയുണ്ട് എന്ന് നബി നോക്കിയിട്ട് ചീകുമെന്നാണ്. അതൊരു സുന്നത്ത നിലക്ക് നമ്മളത് സ്വീകരിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് കൂലി കിട്ടും. അതില്ലാത്തവന് ആ കൂലി ഉണ്ടോ? എന്നുവെച്ചാൽ അത്രമാത്രം ഇസ്ലാമും ഈമാനും വിശ്വാസവും നമ്മുടെ ജീവിതത്തിലേക്ക് കലർന്ന നമ്മൾ സാധാരണക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണ പോലെ തന്നെ നമ്മളും അതിൻ്റെ ഭാഗമായി തീർന്നാൽ എന്തായിരിക്കും സ്ഥിതി? അപകടമാണ്. അതുകൊണ്ട് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടോ എങ്കിൽ ഫല്യഖുൽ ഖൈറ, മാനവ ലോകത്തിന് നന്മയുള്ളതൊക്കെ അവരിൽ നിന്നുണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. അല്ലെങ്കിലോ ഔ ലിയസ്മുത്, മിണ്ടാതിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ യൗമൽ ഖിയാമയിൽ അല്ലേ, ഈ ലോകത്തെ ജീവിതം അവസാനിച്ച് രക്ഷാശിക്ഷകൾ വിധിക്കുന്ന അന്ത്യനാളിൽ ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരടിമടിയുടെയും കാൽപാദങ്ങൾ ചലിക്കുകയില്ല എന്നാ. ഹത്താ യുസ്അല, ചോദിച്ചിട്ടല്ലാതെ. അതിന് പല കാര്യങ്ങളുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. അവൻ്റെ ആയുസ്സിനെ കുറിച്ച്, അവൻ ചെലവഴിച്ചതിനെക്കുറിച്ച്, അവൻ സമ്പാദിച്ചതിനെക്കുറിച്ച് അതൊക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷെ ചോദിക്കും, ഒന്നും പറയണ്ടാട്ടോ, ഞാൻ രക്ഷപ്പെട്ടടാ, എൻ്റെ അടുത്തൊരു ചോദ്യം ഉണ്ടായില്ല, ഒരു പറച്ചിലുണ്ടാവില്ല. എന്നാ എന്താ? ഒരു അന്യായം ചെയ്തതിനു ശേഷം ഇവിടെ ചോദ്യമില്ലാതെ രക്ഷപ്പെടും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരടിമയുടെയും കാലുകൾ ഒരടി നീങ്ങുകയില്ല, ഹത്താ യുസ്അൽ, ചോദ്യം ചെയ്യപ്പെട്ടിട്ട്, അക്കൗണ്ടബിൾ ആണെന്നർത്ഥം. നമുക്ക് പരലോകം എന്ന വിശ്വാസമുണ്ടോ എങ്കിലേ പ്രശ്നമുള്ളൂ. നമുക്ക് അള്ള ചോദിക്കുമെന്ന പ്രശ്നമുണ്ടോ എങ്കിലേ പ്രശ്നമുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ബ്രിട്ടനിൽ ഡിവോഴ്സ് ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്ന വിവാഹമോചനങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു സംവിധാനം പറയണെന്താണെന്നറിയോ? അവിടെ നടക്കുന്ന 3-ൽ 1 വിവാഹമോചനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയയിൽ സൂക്ഷ്മതയില്ലാതെ വാക്കുകൾ പ്രയോഗിച്ചുള്ള ഏറ്റുമുട്ടലുകൾ കൊണ്ടാണ്. 3-ൽ 1 പറയണേ. ചെറിയ കണക്കാണത്. നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കുടുംബത്തിൽ ബന്ധങ്ങൾ വഷളാകുന്നത് വാപ്പ മക്കൾ തമ്മിൽ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പ്രധാനപ്പെട്ട സംസാരമല്ലപ്പോൾ ഇപ്പം ഈ സംഗതികളിൽ അവർ പുലർത്തുന്ന സംഗതികളാണ്. അപ്പം അതുകൊണ്ട് നമ്മളിതിനെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തണം.
നമ്മുടെ കുട്ടികളൊക്കെ ഈ റീലൊക്കെ കണ്ടിട്ട്, റീല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 സെക്കൻഡ്സ് അല്ലെങ്കിൽ 5 സെക്കൻഡ്, 1 മിനിറ്റ് പോലും ചിലപ്പോൾ ഉണ്ടാവില്ല റീല്. അത് കണ്ടിട്ട് ഇതാണ് റിയൽ ലൈഫ് എന്ന് ചിന്തിക്കരുത്. അതൊരു കണ്ടൻറ്റ് മാത്രമാണ്. അതുണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എത്ര സംഭവങ്ങളുണ്ട്. ഇത് കണ്ടിട്ട് ഇതാണ് ജീവിതം എന്ന് നമ്മൾ ഒരിക്കലും ഈ ഒരു 3 സെക്കൻഡ് റീല് കണ്ടിട്ട് 24 മണിക്കൂർ നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് സ്വപ്നം കാണാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന വിധത്തിലേക്ക് ഒരു അഡിക്ഷൻ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളോടുണ്ട് എങ്കിൽ മാതാപിതാക്കളെ ചെറുപ്പം വരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. കാരണം എന്താ, അവർ വീട്ടിലുള്ള ആളുകളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ റോട്ടിലും മറ്റു സ്ഥലത്തുള്ളവരാ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത കാമുകനെ തേടിയിട്ട് ആ പെൺകുട്ടി വണ്ടി KSRTC ഒക്കെ പിടിച്ച് എത്താത്ത സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോഴല്ലേ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മനസ്സിൽ കാണാത്ത വിധമുള്ള ജീവിത പരിസരത്ത് തൻ്റെ വരും ജീവിതത്തിലെ നായകനിങ്ങനെ നരച്ചു മൂത്ത് നിൽക്കുക. എത്ര അനുഭവങ്ങളാണ്. ഇന്ന് സൈബർ വകുപ്പ് അല്ലേ, ഇത് പോലീസ് സംവിധാനത്തിലടക്കം അതിന് വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. സൈബർ സ്റ്റേഷൻ എല്ലാ ജില്ലകളിലും ഒരെണ്ണം മസ്റ്റ്. ഒന്ന് പോരാ, സൈബർ സ്റ്റേഷനിലേക്ക് കേസായിട്ട് വരുന്നവരുടെ എണ്ണം മറ്റ് സ്റ്റേഷനിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതലാണ്. കാരണം എന്താ, ഡിഫമേഷൻ, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക. ഇസ്ലാമൊക്കെ അതിന് എന്തുമാത്രം അല്ലേ. ഹജ്ജത്തുൽ വിദായിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രസംഗത്തിൽ അല്ലേ ഒരാളുടെ അഭിമാനം, അയാളുടെ രക്തം, എത്ര ഊന്നിപ്പറഞ്ഞ കാര്യമാണ്. എനിക്കൊരു പേടിയില്ലല്ലോ ഒരുത്തരങ്ങോട്ട് ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിലിട്ട് മോശമാക്കാൻ. എൻ്റെ FB പോസ്റ്റുകൾക്കോ എൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾക്കോ അതൊന്നും എഴുതാൻ അറബി പേരുള്ള എനിക്ക് യാതൊരു മടിയില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് മൻ കാന യുഅ്മിനു ബില്ലാഹി ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. എടോ, മിണ്ടാണ്ടിരിക്കുന്നതിനും കൂലി കിട്ടുന്ന ഒരു ദീനാണ് നമ്മുടേത്. മിണ്ടിയതിനേക്കാൾ കൂലി മിണ്ടാതിരിക്കുന്നതിന് കിട്ടുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട്. അതല്ലേ മാതാപിതാക്കളോട് എന്ന് പറയുന്നത്. പലതും പറയാൻ തോന്നും ചിലപ്പോൾ വാപ്പാടും പാടെ വർത്താനം കേൾക്കുമ്പോൾ. അവരങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് നമ്മൾ വളർത്തി. അങ്ങനെ കിട്ടണ സാധനമാണെന്ത്, മാതാവിൻ്റെ കാലിനടിയുള്ള സ്വർഗം. അപ്പോൾ അവിടെ എന്താ നല്ലത്? മൗനമാണ്. ആ ഉമ്മാടെ അടുത്തൊന്നും മിണ്ടാതിരിക്കുമ്പോൾ, ആ വാപ്പാടെ അടുത്തൊന്നും മൗനം അവലംബിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഗതിയുടെയും സുഖത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പേരാണ് സ്വർഗമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിലെ ഒരു വിശ്വാസിയുടെ ഇടപെടൽ അവൻ്റെ ഈമാനിനെ തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിലേക്ക് അധപ്പതിച്ചാൽ നമ്മുടെ നിസ്കാരം നമ്മുടെ രക്ഷക്കെത്തും, നമ്മുടെ സക്കാത്ത് നമ്മുടെ രക്ഷക്കെത്തും, നാം ചെയ്ത ഉംറയും ഹജ്ജും നമ്മുടെ രക്ഷക്കെത്തും എന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ്. അതുകൊണ്ട് അകന്നു പോകുന്ന ബന്ധങ്ങൾക്ക് കാരണമായി നമ്മുടെ ഈ ഒരു ചാറ്റും ഈ ട്വീറ്റും അതുപോലെ തന്നെ നമ്മൾ അയക്കുന്ന ടെക്സ്റ്റുകളും നമ്മൾ അയക്കുന്ന ഇമോജികളും കാരണമാകാൻ പാടില്ല. രാജാതിരാജനായ അള്ളാഹു സൂക്ഷ്മതയുള്ള വിശ്വാസികളിൽ, സൂക്ഷ്മശാലികളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വൽ അസീസിൽ ഗഫാർ വൽ മലിക്കിൽ ജബ്ബാർ ഗാഫിറദ് ദംബി വഖാബിലുത് തൗബ് സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് രാജ്യത്ത് വലിയ ഒരു വിഭാഗം വരുന്ന വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായി നമ്മുടെ രാജ്യം നേരിടുന്ന ഒരുപാട് അനീതിയും അന്യായവും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് നടത്തുന്ന ധർമ്മസമരങ്ങളെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പരമകാരുണികനായ അല്ലാഹു ഈ ജീവിതത്തിൽ വിശ്വാസിക്ക് നൽകിയ വലിയ ഒരു ആയുധം ദുആയ പ്രാർത്ഥനയാണ്. അത് രോഗികൾക്ക് വേണ്ടി മാത്രമുള്ളതായി പരിമിതപ്പെടരുത്, നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ളതായി മാത്രം പരിമിതപ്പെടരുത്. രാജ്യത്തും ലോകത്തും അടിച്ചമർത്തപ്പെടുന്ന ഏതൊരു സംവിധാനത്തിനെതിരെയും
നീതി നിഷേധത്തിനെതിരെയും വിശ്വാസികൾക്ക് തങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനായുധം അത് എപ്പോഴും വിനിയോഗിച്ചിരിക്കണമെന്ന്. അള്ളാഹുവിനും മടുപ്പനുഭവപ്പെടാത്തൊരു കാര്യമാണെന്ത്? തൻ്റെ ഇബാദുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. നമുക്ക് വേണ്ടി പലതും ചോദിക്കുന്ന കൂട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ നേരായ പോക്കിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും അതിനതല്ലാത്ത ഭൗതികമായ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സാധിക്കുന്നത് ചെയ്യുകയും ചെയ്തുകൊണ്ട് അത്തരം ധർമ്മസമരങ്ങളെ പിന്തുണക്കാൻ രാജ്യത്തെ ഉത്തമ പൗരന്മാർ എന്ന നിലയിലും അതിലേറെ വിശ്വാസത്തിൻ്റെ മഹിമയും ഗരിമയും പേറുന്ന വിശ്വാസി സമൂഹം എന്ന നിലയിൽ നമ്മൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരുപാട് പ്രാർത്ഥനകൾ ഒന്നിലേറെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ളൊരു സഹോദരൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു സഹോദരി ക്യാൻസർ ബാധിച്ച് 53 വയസ്സ് മാത്രമാണ് അവർക്കുള്ളത്. ജീവിക്കാൻ തുടങ്ങിയേ ഉള്ളൂ എന്നാണ് അവരുടെ വീട്ടിൽ ജീവിക്കുന്ന മക്കൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ സന്ദർഭത്തിൽ അവിടെ ഉമ്മാനെ നഷ്ടപ്പെടുമോ എന്ന ഭീതിയിൽ പ്രയാസത്തിലൊക്കെയാണ് അവരുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ, കാസർഗോഡുള്ള മറ്റൊരു സഹോദരൻ, ആ സഹോദരനും രോഗം കൊണ്ടുള്ള പ്രയാസത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ മഹത്തായ ഫضലും അവൻ്റെ കാരുണ്യവും അവരുടെ മേൽ എമ്പാടും ചൊരിഞ്ഞവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരും അവരുടെ കുടുംബവും അനുഭവിക്കുന്ന എല്ലാ മാനസിക വ്യഥകളിൽ നിന്നും കരുണാവാരിധിയായ നാഥ അവർക്ക് നീ ആശ്വാസവും അവർക്ക് നീ സമാധാനവും അവർക്ക് നീ ശിഫയും നൽകി അനുഗ്രഹിക്കണമേ നാഥ. സമാനമായ എല്ലാ രോഗങ്ങളിൽ നിന്നും നാഥ ഞങ്ങളെയെല്ലാം നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ സമാധാനം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐക്യത്തോടെയും സ്നേഹത്തോടെയും സമഭാവനയോടും കൂടി ജീവിക്കാനുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാം നീ നൽകണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ സന്താനങ്ങളെ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ കുടുംബജീവിതം നീ അനുഗ്രഹപൂർണ്ണമാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നന്നായി പഠിച്ച് വളരാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളികളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പള്ളികളെ പരിപാലിക്കുന്നവർക്ക് നാഥ നീ ഇഹപര സൗഭാഗ്യങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും, എല്ലാ കുറ്റങ്ങളും, എല്ലാ വീഴ്ചകളും, അപാകതകളും, ന്യൂനതകളും നാഥ നിൻ്റെ മഹത്തായ ഫضൽ കൊണ്ട് നീ പുറത്തു മാപ്പാക്കി നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിൽ നീ വർധനവ് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ ഉപജീവനത്തിൽ നിൻ്റെ ബർക്കത്തിനെ നീ ചൊരിയണമേ റഹ്മാനെ. ഞങ്ങളുടെ വീടകങ്ങൾ റഹ്മത്തിൻ്റെ മാലാഖമാരെ കൊണ്ട് നിറയ്ക്കണമേ റഹ്മാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.